മൂന്നാറിൽ വന്ന് വഴിയരികിൽ നിന്ന് കുറച്ച് ഫോട്ടോസും എടുത്ത് മടങ്ങുന്നവരാണ് ഭൂരിഭാഗം പേരും. എന്നാൽ ഇന്ന് നമ്മൾ പോകുന്നത് മൂന്നാറിലെ ഏറ്റവും പഴക്കമേറിയ, അധികമാരും വന്നെത്താത്ത ലക്ഷ്മി എസ്റ്റേറ്റിലെ തോട്ടങ്ങളിലേക്കും മലനിരകളിലേക്കുമാണ്. ഒരു കിടിലൻ ട്രക്കിംഗ് മൂഡിലാണ് നിങ്ങളെങ്കിൽ ഈ സ്ഥലം നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉറപ്പായുമുണ്ടായിരിക്കണം. ബ്രിട്ടീഷ് കാലഘട്ടം മുതൽക്കേ ഉള്ളതാണ് ഈ ലക്ഷ്മി എസ്റ്റേറ്റ്. ഈ കാണുന്ന പച്ചപ്പ് വെറുമൊരു ഭംഗി മാത്രമല്ല, തലമുറകളായി ഇവിടെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ അധ്വാനത്തിന്റെ കഥ കൂടിയാണ് ഈ തോട്ടങ്ങൾക്ക് പറയാനുള്ളത്. തേയിലത്തോട്ടങ്ങൾ പിന്നിട്ട് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ കാഴ്ചകൾ മാറും. കാലാവസ്ഥയാണെങ്കിൽ ദൂരെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി വരെ ഇവിടെ നിന്ന് കാണാം. പക്ഷേ മൂന്നാറിലെ കാലാവസ്ഥ പെട്ടെന്ന് മാറും. മൂന്നാറിൽ ഒരുപാട് പ്രശസ്തമായ സ്ഥലങ്ങളുണ്ട്. പക്ഷേ ലക്ഷ്മി എസ്റ്റേറ്റ് മൂന്നാറിന്റെ യഥാർത്ഥ ആത്മാവ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഇടമാണ്. തിരക്കുകളിൽ നിന്ന് മാറി മഞ്ഞിനെയും പ്രകൃതിയെയും തൊട്ടറിഞ്ഞ് ഒരു യാത്ര പോകണമെങ്കിൽ ഇങ്ങോട്ട് പോരൂ. ഈ ഒരു മഞ്ഞുയാത്ര നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഉറപ്പായും വീഡിയോ ലൈക്ക് ചെയ്യുക. മൂന്നാറിൽ നിങ്ങൾ പോയതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥലം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ യാത്രാ ദൃശ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടേ. രണ്ടാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടേ. മൂന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടേ. നാലാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ നാല് നാരങ്ങ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടേ.